നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 25, 2025 വെള്ളി. ഇന്ത്യ UK ട്രേഡ് ഡീലിന്റെ ഭാഗമായിട്ട് UK FTA ഇന്ത്യയുടെ 95% വരുന്ന ഫാം പ്രൊഡക്ട്സുകളുടെ എക്സ്പോർട്ടിനും ഡ്യൂട്ടി ഫ്രീ ആക്സസ് നൽകിയതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. തൽഫലമായി തന്നെ എക്സ്പോർട്ടിൽ 20% വർധനവാണ് 3 വർഷത്തിനുള്ളിൽ പ്രതീക്ഷിക്കുന്നത്. അതിനു പുറമെ വെജിറ്റബിൾ ഓയിൽസിന്റെ മുകളിലുള്ള എക്സ്പോർട്ട് ഡ്യൂട്ടിയും എടുത്തു മാറ്റുകയുണ്ടായി. ഇന്നലത്തെ മാർക്കറ്റിലേക്ക് വേഗത്തിൽ നോക്കുമ്പോൾ ഇന്നലെ IT സ്റ്റോക്സിലുണ്ടായ ഇടിവും അതുകൂടാതെ നെസ്ലെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വന്ന റിസൾട്ട് മോശമായതിനെ തുടർന്ന് FMCG സെക്ടറിനെ തളർത്തിയതും തുടങ്ങിയ കാരണങ്ങൾ മൂലം ഇന്നലെ സെൻസെക്സിന് 542 പോയിന്റുകളും നിഫ്റ്റിക്ക് 158 പോയിന്റുകളും ചോർന്നു പോകുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 2133.69 കോടി രൂപയ്ക്ക് നമ്മുടെ മാർക്കറ്റിൽ സെല്ലിംഗ് ആണ് നടത്തിയത്. തത്സമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2617.14 കോടി രൂപയുടെ ബൈ നടത്തുകയുണ്ടായി. ഇന്നലത്തെ ഫോളോട് കൂടിയിട്ട് നിലവിൽ നമ്മുടെ മാർക്കറ്റിൽ നിലനിൽക്കുന്നത് ബെയറിഷ് സെന്റിമെന്റ്സ് ആണ്. അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 25,250 എന്ന ലെവല് ക്രോസ് ചെയ്ത് അതിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. ഇനി നിഫ്റ്റി ഈ ലെവൽ അതിശക്തമായി ഭേദിക്കുകയാണെങ്കിൽ 25,350, 25,550 എന്ന ലെവലുകളിൽ നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തേക്കാമെന്നും അഭിപ്രായങ്ങളുണ്ട്. 25,000 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് മാത്രമല്ല സൈക്കോളജിക്കൽ സപ്പോർട്ട് കൂടിയാണ്. അവിടെ നിന്ന് ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 24,900 എന്ന ലെവലായിരിക്കും അടുത്ത സപ്പോർട്ടായിട്ട് നിഫ്റ്റിയിൽ മാറിയേക്കാവുക. തത്സമയം 24,800 എന്ന ലെവലിന് താഴേക്ക് നിഫ്റ്റി പതിക്കുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെട്ടേക്കാമെന്നും പറയപ്പെടുന്നു. ഇന്നലെ ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ഡോക്ടർ റെഡ്ഡീസ് ADR ഒഴികെ ബാക്കി എല്ലാ ADR സ്റ്റോക്സും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. കൂട്ടത്തിൽ ഇൻഫോസിസ് 4% നഷ്ടം നേരിടുകയുണ്ടായി. ശ്രീരാം ഫൈനാൻസ്, ബജാജ് ഫിൻസർവ്, സിപ്ല, ബാങ്ക് ഓഫ് ബറോഡ, ആധാർ ഹൗസിംഗ് ഫൈനാൻസ്, ACME സോളാർ ഹോൾഡിംഗ്സ്, ഗുജറാത്ത് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ലൗറസ് ലാബ്സ്, പാരസ് ഡിഫൻസ്, സ്പേസ് ടെക്നോളജീസ്, പെട്രോനെറ്റ് LNG, പൂനെവാല ഫിൻകോപ്പ്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, SBI കാർഡ്സ്, ശോഭ, ടാറ്റ കെമിക്കൽസ് തുടങ്ങിയ പ്രധാനപ്പെട്ട കമ്പനികളുടെ Q1 ഏർണിംഗ്സ് ഇന്ന് പ്രസിദ്ധീകരിക്കും. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US ടെസ്ല സ്റ്റോക്ക് ഒക്കെ 8% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. 10 വർഷത്തിനുള്ളിൽ ഏറ്റവും ലോ ആയ സെയിൽസ് ആണ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായത്. S&P 500ഉം നാസ്ഡാക്കും ഇന്നലെ 52 വീക്ക് ഹൈയുടെ അടുത്തെത്തിയെങ്കിൽ കൂടിയിട്ടും 1 പോയിന്റുകളുടെ നേട്ടത്തിന്റെ കുറവോട് കൂടിയിട്ട് അതിന് സാധിച്ചില്ല. എങ്കിലും രണ്ട് മാർക്കറ്റുകളും നേട്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ 111 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം തുടരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ജർമ്മൻ മാർക്കറ്റുകൾ നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ ഫ്രാൻസ് മാർക്കറ്റ് നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി നെഗറ്റീവ് ഓപ്പണിംഗ് ആണ് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് ഒഴികെ നിലവിൽ ഓപ്പൺ ആയിരിക്കുന്ന മറ്റെല്ലാ മാർക്കറ്റുകളും പോസിറ്റീവായിട്ട് തന്നെ വ്യാപാരം തുടരുന്നു. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് സ്പെസിഫിക് ആയിട്ട് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.76 ആയിട്ട് നിലനിൽക്കുന്നു. ഇന്നും കൊണ്ട് ഏകദേശം പുതിയ പൊസിഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടും. മാക്സ് പെയിൻ 25,100 എന്ന നിലയിലും. നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ ബെയറിഷ് എൻഗൾഫിംഗ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ഇന്നലത്തെ ഫോളോയോട് കൂടിയിട്ട് ഡെയിലി ചാർട്ട്സിൽ ദൃശ്യമാകുന്നത്. തത്സമയം എബവ് ആവറേജ് വോളിയവും ദൃശ്യമാകുന്നുണ്ട്. ഇന്നലത്തെ ഫോളോയോട് കൂടി നിഫ്റ്റി അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജസ് ആയ 10 ഡേ 20 ഡേ EMAയുടെ താഴേക്ക് പതിക്കുകയുണ്ടായി. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ദൃശ്യമാകുന്നതെങ്കിലും 25,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. 25,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ദൃശ്യമാകുന്നതെങ്കിലും 24,800 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.84 ആയിട്ടും മാക്സ് പെയിൻ 57,000 എന്ന നിലയിലുമാണ്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ദൃശ്യമാകുന്നതെങ്കിലും 58,300 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് നടന്നിരിക്കുന്നത്.
തത്സമയം 55,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. കരൂർ വ്യസ്യ ബാങ്ക് 1:5 എന്ന റേഷ്യോയില് ബോണസ് ഇഷ്യൂ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 26 ആയിരിക്കും റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുന്നത്. ശാന്തി ഗോൾഡ് ഇന്റർനാഷണൽ IPO ഇന്ന് മുതൽ ഓപ്പൺ ആകും. ജൂലൈ 29 ക്ലോസ് ആവുകയും ചെയ്യും. പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് 189 രൂപ മുതൽ 199 രൂപ പെർ ഷെയർ എന്ന നിലയിലാണ്. ആനന്ദ് രാജ് ക്വാർട്ടർ 1-ൽ പ്രോഫിറ്റ് 38.3% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 91 കോടി രൂപയിൽ നിന്നും 125.9 കോടി രൂപയായി വളർന്നു. റവന്യൂവിൽ 25.6% വർധനവും രേഖപ്പെടുത്തുകയുണ്ടായി. ഫോണിക്സ് മിൽസ് പ്രോഫിറ്റിൽ 3.5% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 232.5 കോടി രൂപയിൽ നിന്നും 240.7 കോടി രൂപയിലേക്കായി ഉയർന്നു. റവന്യൂവിൽ 5.4% ഉയർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ക്വാർട്ടർ 1-ൽ പ്രോഫിറ്റിൽ 25.2% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 96.4 കോടി രൂപയിൽ നിന്നും 120.7 കോടി രൂപയായി ഉയർന്നു. റവന്യൂവിൽ 14.7% ഉയർച്ചയും രേഖപ്പെടുത്തി. തൽന പ്ലാറ്റ്ഫോംസ് പ്രോഫിറ്റിൽ 16.2% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 141.2 കോടി രൂപയിൽ നിന്നും 118.4 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. തത്സമയം റവന്യൂവിൽ 3.8% ഉയർച്ച രേഖപ്പെടുത്തി. സൂര്യോദയ സ്മോൾ ഫൈനാൻസ് ബാങ്ക് പ്രോഫിറ്റിൽ 50% ഇടിവ് നേരിടുകയുണ്ടായി. 70 കോടി രൂപയിൽ നിന്നും 35 കോടി രൂപയിലേക്കായി പതിച്ചു. ഇൻട്രസ്റ്റ് ഇൻകം 15.7% ഇടിവും രേഖപ്പെടുത്തി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.